അമ്മയ്ക്ക് ബോധമുണ്ട്. കാരണം അവനെ ഉൾക്കൊണ്ട അവസരത്തിൽ സ്വർഗം അവളോട് സന്ദേശിച്ച കാര്യം മറന്നില്ല. അത്യുന്നതന്റെ ശക്തി മുന്നിൽ ആവസിക്കും, നിന്നിൽ ജനിക്കുന്നവൻ ദൈവപുത്രനാകുന്നു, അവൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനാണ്. ആ വചനത്താൽ സകലതും സ്ഥിരമാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തതിനാൽ അവന്റെ അമ്മയാണ് തമ്പുരാനപ്പെട്ട അമ്മ. അമ്മ എന്ത് ചെയ്തു? അവർക്ക് വീഞ്ഞില്ല എന്നറിഞ്ഞപ്പോ രഹസ്യമായി തന്റെ മകന്റെ അടുപ്പിച്ചു. ഒത്തുവെച്ചുകൊണ്ടല്ല, ഒച്ച വെച്ചുകൊണ്ടല്ല, രഹസ്യമായി ചെന്നിട്ട് പറഞ്ഞു, മോനെ ഇവർക്ക് വീഞ്ഞ. നമ്മളത് ഭാഗം വായിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് ആ ദൈവത്തെ ഈ അമ്മ വിളിച്ച പേരെന്താ? ഇല്ല മകനെ. ദൈവത്തെ മകനെ എന്ന് വിളിക്കാൻ ഭാഗ്യമുള്ളവൾ, ദൈവത്തെ മകനെ എന്ന് വിളിക്കുവാൻ ഭാഗ്യമുള്ളവൾ. ദൈവം ഒറ്റ ആളെ മാത്രമേ അമ്മയെന്ന് വിളിച്ചുള്ളൂ. അമ്മയ്ക്കും ആരെയാ? പ്രധാനപ്പെട്ട അമ്മ. അവളെ ദൈവം വിളിച്ച പേര് അമ്മ, എന്റെ അമ്മ. സ്നേഹത്തിന്റെ അപകടമില്ലാത്ത അത്യഗാധതയുള്ള ആ വാക്ക് അവളിൽ ഉത്തമമായി സകല ചരാചരങ്ങളിലെ സൃഷ്ടാവിറങ്ങി ചെന്നിട്ട് ഒരു മനുഷ്യ സ്ത്രീയെ വിളിക്കുക എന്റെ അമ്മ. അതേസമയം അധിപതിയായ അമ്മ കടന്നു എന്ന് ഒരേ ഒരാൾ സർവശക്തനായ ദൈവത്തെ വിളിച്ച പേരാ എന്റെ മകനെ. തന്നെയല്ല അവൾ ദൈവത്തെ ആശ്ലേഷിച്ചവൾ, അവൾ ദൈവത്തെ ചുമന്നുകൊണ്ട് മൈലുകളോളം ഓടിയവൾ, അവൾ ദൈവത്തെ വയറ്റിയിട്ടുണ്ട് 100 നാഴിക സഞ്ചരിച്ചവൾ എലിസബത്തിന് വേണ്ടി, അവൾ ദൈവത്തെ കുളിപ്പിച്ചവൾ, അവൾ ദൈവത്തിന് ഭക്ഷണം കൊടുത്തവൾ, അവൾ ദൈവത്തെ ആശ്രയിച്ചവൾ, അവൾ ദൈവത്തെ കൊത്തി വളർത്തിയവൾ, അവൾ ദൈവത്തെ ഉണർത്തിയവൾ, ചിരിപ്പിച്ചവൾ. ഈ അമ്മ ആരാണ്? സർവലോകത്തിന്റെയും അമ്മ. അമ്മ എന്നിട്ട് ഇവർക്ക് വീണില്ല എന്നെ കർത്താവ് പറഞ്ഞു. നമുക്കല്ലേ വേദവസ്ഥത്തിൽ എഴുതിയിരിക്കുന്ന എങ്ങനെയാ? 3 ചില പ്രത്യേക സഭക്കാർ എഴുതിയിട്ടുണ്ട്. എനിക്ക് നിനക്ക് തമ്മിൽ എന്താണ്? അത് അവർ കൂട്ടിച്ചേർത്തതാ. ആ തമ്മിൽ എന്നുള്ള വാക്ക് അവർ കൂട്ടിച്ചേർത്ത നമ്മുടെ വേദവസ്ഥത്തിൽ ഇല്ല. സുറിയാനി മോലിയൂല് എനിക്ക് നിനക്ക് തന്നെ. നമ്മൾ വിരുന്നുകാരിൽ അമ്മയാണ് മൈൻഡ് ചെയ്യുന്നുമില്ല. അപ്പോഴും അമ്മയും മക്കളുമായിട്ട് വഴക്ക് പിടിക്കാത്ത വീടുണ്ട്. ഈ ഇരിക്കുന്ന ഈ പെമ്മക്കളോട് ചോദിച്ചു, അമ്മയുടെ അതികൊള്ളാത്ത ഒറ്റപ്പെട്ട് വിടിയിരുന്നുണ്ട്. ശരിക്കും മുകളിൽ വെച്ചാൽ അമ്മയുടെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ ചൂല്, കവിക്കണ, ഇതിനൊക്കെയുള്ള ആയുധങ്ങൾ കൊണ്ട് അമ്മ വീട്ടിൽ. അമ്മ തല്ലും മക്കള്, അമ്മയോട് പിണങ്ങാത്ത മക്കളുണ്ട്. അമ്മ എന്തെങ്കിലും എനിക്ക് മനസ്സില്ല. മക്കളോട് പറയുക നീ പോയി ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോ, എനിക്ക് മനസ്സില്ല. അതിന് മറുപടി എന്നാൽ ഇന്ന് ഞാൻ കൊല്ലും, ഈ ഉണ്ണാൻ ഇന്ന് വന്നേ. ഇതൊക്കെ അമ്മയും മക്കളുമായിട്ടുള്ള സംസാര രീതികളാണ്. പക്ഷേ ആ കരുണയുടെ കടലായവൾ ഉച്ചയ്ക്ക് ഭക്ഷണം വിളമ്പുമ്പോ ആദ്യം ആ ഓടിച്ചു വിട്ട മകനെ പറ്റി ഓർക്കും. ഇതൊക്കെ ചോദിച്ചാൽ അവൻ ആദ്യം വിളമ്പി. അതാണ് അമ്മ. ഇതുപോലെ കർത്താവ് വെച്ചു മോനില്ലേ, നമുക്കെന്തിയെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് അമ്മയുടെ ആ അദമ്യമായ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ മഹത്വം ലോകത്തെ അറിയിക്കുവാൻ തിരുമനസ്സായ ദൈവം അമ്മയോട് ചോദിച്ചു. നമുക്കെന്നെ, നമ്മൾ വിരുന്നുകാരല്ലേ, എങ്കിലും അമ്മ ഇറങ്ങിയോട് പോയി. മകനങ്ങനെ പലപ്പോഴും പറയാറുണ്ട്. എന്നിട്ട് അമ്മ ഇറങ്ങി ചെന്ന് ലോകത്തോടൊരു വാക്ക് പറഞ്ഞു, എന്റെ മകൻ എന്നാ പറഞ്ഞാലും നിങ്ങൾ അനുസരിച്ചോളണം. വേലക്കാരോട് പറഞ്ഞ വാക്കാ, എന്റെ മകൻ എന്ത് കൽപ്പിച്ചാലും അനുസരിച്ചോളണം. അനുസരണക്കേട് കാണിച്ചാലോ അത്ഭുതം ഉണ്ടാവില്ല. ആ വേലക്കാര് നമ്മുടെ പ്രതിനിധികളാണ്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും അമ്മയ്ക്കുള്ള സന്ദേശമാണ്, എന്റെ മകൻ നിന്റെ ദൈവം എന്ത് കൽപ്പിച്ചാലും അനുസരിച്ചോളണം. വേലക്കാർ അതുപോലെ തന്നെ അനുസരിച്ചു. വെള്ളം കോരി നിറച്ചു. ആ പാത്രങ്ങളെ ഉള്ള വെള്ളത്തെ തന്റെ ദിവ്യ കരങ്ങളാൽ സർവശക്തൻ ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുണ്ടാക്കിയ ദൈവം തന്റെ വചനത്താൽ ആ വെള്ളത്തെ വീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തി. പക്ഷെ ഒന്ന്, ഇത്ര മേൽത്തരമായ വീഞ്ഞ് എവിടെ നിന്നും ഉണ്ടായി എന്ന് വിരുന്നുകാർ പോലും അറിഞ്ഞില്ല. ഇടങ്കൈ ചെയ്യുന്നത് വലങ്കൈ ചെയ്യുന്നു.
എന്ന് പഠിപ്പിച്ച ദൈവത്തിന്റെ അമ്മയുടെ ദാനം അങ്ങനെയായിരുന്നു. നമ്മുടെ വാത്സല്യ സഹോദരന്മാരെ, അമ്മ വലിയ ധർമ്മിഷ്ഠയായിരുന്നു. അമ്മ വലിയ ഔദാര്യനിധിയായിരുന്നു. അമ്മ അമ്മ വിനയത്തിന്റെ മാതൃകയാണ്. അമ്മ സത്യത്തിന്റെ പ്രതീകമാണ്. അമ്മ ഔദാര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും മൂർത്തിയാണ്. അതുകൊണ്ടാണ് അവൾ ദാനം ചെയ്യിച്ചത് മക്കൾക്ക് വേണ്ടി. നമ്മുടെ ആവശ്യങ്ങളെ അമ്മയോട് പറയുക, അമ്മ കേൾക്കും. അമ്മയുടെ മുമ്പിൽ കരഞ്ഞ് കണ്ണുനീര് കാണിച്ച് കാര്യം നേരാത്തവരാരുമില്ല. ആമക്കളായാലും പെമ്മക്കളായാലും അപ്പൻ്റെ അടുത്തില്ല പേടിയാ. എനിക്ക് 2 മാസം മാല വേണം എന്ന് കിട്ടും. അപ്പൻ കിട്ടുന്ന പറഞ്ഞാൽ എന്ത് കിട്ടും? അപ്പൻ പറപ്പിക്കും നിനക്ക് മാല. അതേസമയത്ത് അമ്മയുടെ കിട്ടുന്ന സാവകാശം ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിച്ചാൽ അമ്മ കടന്നു ചെയ്യും. ഇതുപോലെയാണ് മാതൃസ്നേഹത്തിന്റെ വീതി വാത്സല്യമുള്ളവരെ. അധിപതിയായ മാതാവിന്റെ മുമ്പിലുള്ള നമ്മുടെ കണ്ണുനീരിന് വിലമതിക്കപ്പെടാവതല്ലാത്ത വിലയും. മാതാവ് നമ്മുടെ കണ്ണുനീർ ദർശിപ്പാൻ ഇടയായാൽ നമ്മുടെ സങ്കടങ്ങൾ പരിഹരിക്കപ്പെടും. തന്റെ മാതാവിന്റെ ഓർമ്മയെ ബഹുമാനിക്കുകയും അവളുടെ ദിവസത്തെ ആദരിക്കുകയും ചെയ്യുന്ന തലമുറയെ അവിടുന്ന് അനുഗ്രഹിക്കും. ഭാഗ്യവതിയായ മാതാവ് നീതിമാനായ യോസേപ്പിന്റെ പരിരക്ഷണയിൽ ജീവിച്ചു വന്നു. കാനാവിലെ കല്യാണ വിരുന്നിന്റെ അന്ന് നീതിമാനായ യോസേപ്പ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു എന്നാണ്. നീതിമാനായ യോസേപ്പിന് അന്ന് 120 വയസ്സായി. നമ്മുടെ കർത്താവിന് 30 വയസ്സ്. നീതിമാനായ യോസേപ്പ് കാനാവിലെ കല്യാണ വിരുന്നിന് പോയില്ല. അവൻ പരിക്ഷീണനായി തന്റെ കിടക്കയിൽ നിന്നു. മാതാവ് വന്നു. അന്ന് മാതാവിന് 43 വയസ്സ് പ്രായം. മാതാവ് നമ്മുടെ കർത്താവിന് ഇരുന്ന് ഉണ്ടായ അത്ഭുതം തന്റെ സംരക്ഷകനോട് പറഞ്ഞു കിട്ടി. ഇന്ന് നമ്മുടെ പുത്രൻ നമ്മുടെ കർത്താവ് പച്ചവെള്ളത്തെ നീങ്ങിയാക്കി. യോസേപ്പ് കേട്ടു. അവന്റെ തളർന്ന കൈകാലുകൾ കൊഴിഞ്ഞു. അവന്റെ മുഖത്തിൽ പുഞ്ചിരി പടർന്നു. അവൻ ഇത്രയും നാളും പരിരക്ഷിച്ചു വന്ന സർവശക്തനായ ദൈവം അത്ഭുതകരമായ തന്റെ കൃപാദാനത്താൽ ലോകത്തെ അനുഗ്രഹിച്ചു കേട്ടവൻ സന്തോഷിച്ചു. പക്ഷേ മാതാവ് നോക്കുമ്പോൾ അവന്റെ കണ്ണുകൾ അടഞ്ഞടഞ്ഞു നിന്നു. മാതാവ് നീതിമാന്റെ അവസാന രംഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇരുന്ന് അവന്റെ പാദങ്ങൾ അവളുടെ മടിയിലേക്ക് വെച്ചു. നമ്മുടെ കർത്താവ് തന്റെ വളർത്തുപിതാവായ നീതിമാനായ യോസേപ്പിന്റെ വൃദ്ധ ശിരത്തിലെ കർത്താവിന്റെ പാദത്തിൽ കർത്താവിന്റെ മടിയിൽ വെച്ചു. അടയാൻ പോകുന്ന കണ്ണുകളെ നമ്മുടെ കർത്താവ് തിരുമ്മി അടച്ചു. അവന്റെ ആത്മാ